മോഹിനിയാട്ടം. ആദ്യ ഭാഗമായ ഭരതനാട്യം തിയേറ്ററുകളിൽ വലിയ തരംഗം സൃഷ്ടിച്ചില്ല എങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ മികച്ച പ്രതികരണം നേടിയ ആ ഒരു വിജയത്തിന്റെ ആവേശത്തിൽ സംവിധായകൻ കൃഷ്ണദാസ് മുരളി ഒരുക്കിയ രണ്ടാം ഭാഗം മോഹിനിയാട്ടം ആ ഭാഗത്തിന്റെ അതിൽ നിന്നും ഒരു നിഷ്കളങ്കമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്നും ഒരു ഡാർക്ക് ഹ്യൂമർ ക്രൈം ത്രില്ലർ ആ ജോണറിലേക്ക് ചുവട് മാറ്റുകയാണ് സിനിമയുടെ പ്രത്യേകത. അതായത് മോഹിനിയാട്ടത്തിന്റെ ഭരതൻ നായരുടെ മരണാനന്തര സംഭവങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. അദ്ദേഹത്തിന്റെ മരണശേഷം രണ്ടാം ഭാര്യയായിട്ടുള്ള രുക്മിണിയും പിന്നെ മകൻ അജയ് ഘോഷും തങ്ങളുടെ നാടായിട്ടുള്ള ശ്രീകണ്ഠാപുരത്തേക്ക് താമസം മാറിയാണ്. ശശീന്ദ്രൻ നായരും കുടുംബവും ചേർന്ന് അവർക്ക് അവിടെ ഒരു പുതിയ വീട് വാങ്ങി നൽകുകയാണ്. എന്നാൽ ഈ പുതിയ വീട്ടിലേക്ക് ഭരതൻ നായരുടെ പഴയ സുഹൃത്തായിട്ടുള്ള ഗോവിന്ദരാജ് എത്തുന്നതോടുകൂടി കഥ മൊത്തത്തിൽ മാറി മറിയുകയാണ്. ഭരതൻ നായരെ കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകളും തുടർന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളുമാണ് സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഭാഗത്തിന് തുടർച്ചയാണിത്. ഭരതൻ നായരുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ഒരു കുടുംബം എങ്ങനെ ഒളിപ്പിച്ചു വെക്കുന്നു എന്നതായിരുന്നു ആദ്യ ഭാഗമെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ഈ രഹസ്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും ഒരു ക്രൈം ത്രില്ലർ സ്വഭാവം കൈവരിക്കുകയും ചെയ്യുകയാണ്.